അങ്ങനെ അകന്ന ബന്ധുവായ കൊച്ചപ്പിയുടെ കൈപിടിച്ച് ചെറുപ്പത്തിലെ ഞവരൂർ കടവിലെത്തിയതാ ഈ കാശി. മലിനമാകാത്ത വെള്ളവും ജൈവഭൂമിയും ഇപ്പോഴും സ്വപ്നം കാണുന്ന ആൾ. ആ പോകുന്ന ആ കാശി. ഇത്ര വേഗം പ്രത്യക്ഷപ്പെട്ടോ? എന്തായാലും ഈ വഴിക്ക് വന്നത് നന്നായി. അതാ പറഞ്ഞത്. ഇതെന്താടോ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? മാരിക്കേ മെഡിക്കൽ സ്റ്റോറിലൊന്ന് കയറണായിരുന്നു. എനിക്കല്ല സാറേ കുഴപ്പം, പശുവിനാ വയറ്റിൽ നിന്ന് ചർറാൻ അങ്ങ് പോണു. ഓ, മൃഗഡോക്ടറെ കാണിച്ചപ്പോ മരുന്നിന് കുറിച്ചത്. എന്നാ പിന്നെ മരുന്നും വാങ്ങി ഒരു മസാല ദോശ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. സാറിന് വേണോ മസാല ദോശ? അയ്യോ വേണ്ട വേണ്ട, മാരി തന്നെ കഴിച്ചാ മതി. ഒരെണ്ണം പശുവിന് കൂടി വാങ്ങിച്ചോ, ഒന്ന് ഉഷാറാവട്ടെ. ആണോ? എന്നാ പിന്നെ രണ്ടെണ്ണം വാങ്ങിക്കാം അല്ലേ? ആ കാശി, ഇത് രജനി, ഞങ്ങളുടെ പുതിയ ടീച്ചറാ. അതെ, ഞങ്ങളിപ്പോ കാശിയുടെ കാര്യം സംസാരിച്ചേ ഉള്ളൂ. സാറിന്റെ സംസാരത്തിൽ നിന്ന് കാശി എന്താന്ന് മനസ്സിലായി. മാരി എന്താണെന്ന് അറിയണമെങ്കിലേ കാശി സംസാരിക്കണം. അല്ല ബാലകൃഷ്ണൻ സാറ്, എന്നെ കുറിച്ച് എന്താ ടീച്ചറോട് പറയായിരുന്നു? നിങ്ങളെല്ലാം കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു അക്കാഡമിക് പ്രോജക്റ്റ് ഉണ്ട്, വാട്ടർ ടെക്നോളജി. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞവരൂർ കടവാണ് പറ്റിയ സ്ഥലം. അല്ല, ടീച്ചർ മാത്രമല്ല, കുറച്ച് കുട്ടികളും കൂടെ കാണും. എപ്പോ വേണമെങ്കിലും വരാം, സഹായത്തിന് ഈ മാരിയും കാണും. മാരി ചേരാത്ത കഷായം ഒന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു പഴഞ്ചൊല്ല, കേട്ട് കാണും. ഞവരൂർ കടവിലെ ഓരോ മണൽത്തരിയിലും ആ പഴഞ്ചൊല്ല് ഉറങ്ങിക്കിടപ്പുണ്ട്. നാളെ മറ്റന്നാളോ ഞങ്ങൾ എത്തും. അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവിടെ ഇപ്പൊ കുന്നിടിക്കലിനെതിരെ ഒരു പ്രതിഷേധം നടക്കുക. അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് വന്നാ മതി. പ്രതിഷേധോ? നമ്മുടെ മഞ്ജുളയുടെ നേതൃത്വത്തില് സ്ത്രീശക്തിക്കാരാ. അവര് പ്രതിഷേധിക്കാൻ ഇറങ്ങിയാലേ പ്രതിരോധിച്ചിരിക്കും. അതൊക്കെ ഒരു വഴിക്ക് നടക്കും, അവര് പ്രതിഷേധിക്കട്ടെ എന്ന്. നിങ്ങൾ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ, കേറ്. വേഗം കേറ്. അയ്യോ, വിടല്ലേ വിടല്ലേ, ഞാൻ കയറിയില്ല. കുന്നിടിക്കൽ നിർത്തുക, പുഴയെ സംരക്ഷിക്കുക. 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 കൊല്ലരുതേ, ഞങ്ങളുടെ പുഴയെ കൊല്ലരുതേ. കൊല്ലരുതേ, കൊല്ലരുതേ, ഞങ്ങളുടെ പുഴയെ കൊല്ലരുതേ. നീയുടെ സമരപന്തലിൽ കയറിയിടാ. ഈ സ്ത്രീശക്തി എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാ. കൊച്ചാപ്പിയമ്മ അതിൽ ഉൾപ്പെടും. ഞാൻ പെടും. ശശി ചായക്കടക്ക് അടിച്ചിട്ട് തന്നെ വന്നത്. എന്തോന്ന് കടയാണ്? കൊല്ലരുതേ, കൊല്ലരുതേ, ഞങ്ങളുടെ പുഴയെ കൊല്ലരുതേ. കൊല്ലരുതേ, കൊല്ലരുതേ, ഞങ്ങളുടെ പുഴയെ കൊല്ലരുതേ. കുന്നിടിക്കൽ നിർത്തുക, പുഴയെ സംരക്ഷിക്കുക. കുന്നിടിക്കൽ നിർത്തുക, പുഴയെ സംരക്ഷിക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. വേറെ ഒരു പണി ഇല്ലാത്തോണ്ടാ ഇവിടെ കിടന്നിങ്ങനെ തൊണ്ട കീറണെന്ന് അവന്മാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്തായാലും അവര് മണ്ണും കൊണ്ടുപോകും. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. പുഴയെ സംരക്ഷിക്കുക, പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. മണ്ണുകൊണ്ട് പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. കുന്നിടിക്കൽ നിർത്തിവെക്കുക. ഞങ്ങളെ സമ്മതിക്കില്ല. മണ്ണുകൊണ്ടാ പറ്റില്ല, പറ്റില്ല. ഒന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോകണം, നോക്കട്ടെ. പണിക്കർ നീതി പാലിക്കുക. മണ്ണെടുക്കൽ നിർത്തിവെക്കുക. ദിവാകര പണിക്കർ നീതി പാലിക്കുക. മണ്ണെടുക്കൽ നിർത്തിവെക്കുക. ദിവാകര പണിക്കർ നീതി പാലിക്കുക. പറയടാ.
എന്താ എന്താണ് പ്രശ്നം? ഇതിന്റെ പെർമിറ്റ് എവിടാ? പെർമിറ്റ് മുതലാളിയല്ലേ? ഏത് മുതലാളി? ദിവാര മുതലാളി. നീ ആര്? കിളി ക്ലീനർ. അപ്പൊ ആരാടാ ഡ്രൈവർ? നീയാ? ഡോ രണ്ടിനെ പിടിച്ച് വണ്ടി കയറ്റും. താൻ വണ്ടി എടുത്തു സ്റ്റേഷനിൽ പോയി. വാടാ വാടാ അങ്ങോട്ട്. നടക്കടാ അങ്ങോട്ട്. വന്നു. എന്ത് പറ്റിയടാ? എസ് ഐ വണ്ടി പിടിച്ചത്. എസ് ഐ ആണ് വണ്ടി പിടിച്ചത്. കയ്യാങ്കളി വല്ലതും നടന്നോ? അത് പിന്നെ നിന്നെയൊക്കെ പിന്നെ എന്തിനാടാ ഞാൻ വെച്ചത്? പെണ്ണുങ്ങളെല്ലാം ഇവിടെ കയറുന്ന പിന്നെ നമ്മളെന്ത് ചെയ്യും? അതിന് നിന്റെ പെണ്ണുമ്പിള്ളടാ കൊടിയും പിടിച്ച് മുന്നേ നിൽക്കണം. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ആ ഇവിടെ നിൽക്കേ, ഞാൻ നോക്കട്ടെ. ആ അവൻ ചാരി നിൽക്കണോണ്ടില്ലേ? എന്താ ചേട്ടാ? സാറേ അവരാ നിൽക്കുന്നവരോ? ആരാടോ എന്റെ വണ്ടി പിടിച്ചത്? എസ് ഐ പുതിയ ആളാ. ആ ആളെങ്ങനെ? ആര് പറഞ്ഞാ കേൾക്കും? ആര് പറഞ്ഞാലും കേൾക്കും. എടോ അയാൾക്ക് ചെവി കേൾക്കുന്ന കാര്യമല്ലേ ചോദിച്ചത്? ആരെ കൊണ്ട് പറയിപ്പിച്ചാൽ കേൾക്കും? MLA പറഞ്ഞാൽ മതിയോ? അല്ല അത് നിന്നെയൊക്കെ നിയമം വിട്ടുള്ള ഒരു കളിക്ക് എന്നെ കിട്ടില്ല. മനസ്സിലായത് എനിക്ക്. വെച്ചിട്ട് പോടോ. സാറേ ആയിരിക്കെ. എന്താ? അല്ല, ആ പുറത്ത് കിടക്കുന്ന ടിപ്പർ ലോറി. ഓ അത് സ്ത്രീ ശക്തിക്കാരുടെ പരാതിയാ. ഇത്തിരി കട. ആ കുന്നിടിക്കുന്ന ഞാനാണെന്നും കുടിവെള്ളം മുട്ടിക്കുന്ന ഞാനാണെന്നും പരാതിയിലുണ്ടോ സാറേ? അതിന് താനാണോ പരാതി എഴുതി കൊടുത്തിട്ട്? അല്ല, ഒരു ലോഡ് തടഞ്ഞിടുമ്പോ ഇതുപോലുള്ള പരാതി വേണമല്ലോ തരാൻ. അതുകൊണ്ടാ സാറ് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോ കുറച്ച് സമയം എടുക്കും. അതുവരെ എന്റെ വണ്ടി ഈ സ്റ്റേഷൻ കോമ്പൗണ്ടിലിട്ട് വെറുതെ തുരുമ്പ് പിടിപ്പിക്കണോ? താനും തന്നെ നിയമം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കണം. ഓയ്യോ, സാറിനെ പോലുള്ളവരെ ഞാൻ നിയമം പഠിപ്പിക്കാനോ? സാറിന് മുമ്പുണ്ടായിരുന്ന SI തന്ന അനുവാദത്തിലാണ് ഞാൻ ഈ മണ്ണിറക്കുന്നത്. അതും എന്റെ സ്വന്തം പുരയിടത്തിൽ. സാറ് സംശയം ഉണ്ടെങ്കിൽ വന്നു നോക്കാം. തന്റെ പുരയിടത്തിൽ നോക്കുന്ന എന്റെ പണിയൊന്നുമല്ല. തന്റെ ആളുകൾ പരിസരവാസികളെ കയ്യേറ്റം ചെയ്തു. അതാണ് ഇപ്പോഴത്തെ പരാതി. ആ ഇത്രേ ഉള്ള. ഇത് വെറും പെറ്റി കേസ്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2 ജാമ്യക്കാരെ കൊണ്ടുവരുമായിരുന്നു. വെറുതെ എന്റെ സമയം കളഞ്ഞു. എഴുന്നേക്കടോ. എഴുന്നേക്കടോ. എഴുന്നേറ്റല്ലോ. സാർ അവരെ രണ്ടുപേരും പറഞ്ഞു വിട്ടേ. ശരി സാർ. അപ്പൊ എന്റെ വണ്ടിയോ? കൊണ്ടുപോയി പുഴുങ്ങി തിന്നടോ. വണ്ടിയോ? അത് എടോ കൊള്ളാം. താനിക്ക് വന്നേ. ഊളകൾക്ക് കാശുണ്ടായാലേ ഏത് ഊളയും രാജാവോ? ശരിയാ. താനും അത്രക്കേ ഉള്ളൂ. ചെല്ല് ചെല്ല്. Stupid.